അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ കളർകോട് അപകടത്തിൽ ഇന്ന് ഒരു വിദ്യാർത്ഥിയുടെ ആൽവിൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൾ കുറച്ച് സീരിയസ് ആയിരുന്നു. അയാളെ മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനിടയ്ക്കായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ആൽവിനും പോയി, മരണം 6 പക്ഷേ ദുരൂഹതകളും ചർച്ചകളും അവസാനിക്കുന്നില്ല. സംഭവത്തിൽ ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്ന പല രീതികളിലും പല മീഡിയകളും പല അതുപോലെ ചാനലുകളും ഈ ഒരു ഷെയ്ൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, ആകെ മൊത്തം 11 പേരായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നതിൽ. ഷെയ്ൻ എന്ന് പറഞ്ഞൊരു പയ്യനെ പല ചാനലുകളിലിട്ട് വലിച്ചു കീറുന്നുണ്ട്. അതായത് 11ാമനായിരുന്നു ആ കാർ അപകടം നടക്കുമ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നായിരുന്നു ആദ്യം വരുന്ന കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ. ഇതിലെന്തോ ദുരൂഹതയുണ്ട്, അതുപോലെ തന്നെ എന്തിനാണ് ആ പയ്യനോട് നിന്ന് ഒളിച്ചോടിയത് എന്നൊക്കെ ചോദിച്ച് പലരും പലതരത്തിലുള്ള വാർത്തകളും പടച്ചുവിടുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഫ്രണ്ട് സർക്കിളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പക്ഷെ നമ്മൾക്കിടയിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൽ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് അപകടം സംഭവിച്ചായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ രക്ഷപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ സർക്കിളിലുള്ള ആരായാലും തന്നെ പലരും പ്രതികരിക്കുന്നതും ആ സമയത്ത് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ പല തരത്തിലായിരിക്കും. ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്നവരായിരിക്കില്ല ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മറ്റൊരാൾക്ക് പെരുമാറാൻ കഴിയുന്നത്. ചിലർ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോകും, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും, ബോധം കെട്ടുപോകും. ചിലർ എത്രയും പെട്ടെന്ന് ആ സീനിൽ നിന്ന്, അതായത് അത്രയും നേരം കൂടെ കളിച്ചും ചിരിച്ചും നിന്നവർ ഒന്നും ചെയ്യാൻ പറ്റാതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും, ദൂരേക്ക് മാറിയിരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരെടുത്തോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ പോയി കുറച്ച് സമാധാനത്തിന് വേണ്ടി നമ്മൾ പോയിരിക്കാൻ ശ്രമിക്കും. ഇതാണ് ഷെയ്ൻ എന്ന് പറഞ്ഞ പയ്യന് സംഭവിച്ചത്. ഒരുപക്ഷെ പലരും പറഞ്ഞ പോലെ ആ പയ്യൻ എന്തിനാ ഓടിപ്പോയത്, അവിടെ രക്ഷപ്പെടുത്താൻ നിൽക്കണ്ടേ, അങ്ങനൊന്നുമല്ല. അത്രയും നേരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ അവനുണ്ടാകുന്ന ട്രോമ നമുക്ക് ഊഹിക്കുന്നതിലും അധികമായിരിക്കും. അവന് സ്വന്തം കൺട്രോൾ തന്നെ വിട്ടുപോയിരിക്കും. എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആ പയ്യന്റെ സമനില തെറ്റായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആ പയ്യനോട് ഇങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും എന്തായിരിക്കും അവസ്ഥ എന്ന്. അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോയി, 6 പേരെ ജീവൻ രക്ഷിക്കാനായില്ല. ഇനി കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെ എല്ലാം തന്നെ ചികിത്സ തേടിയും മറ്റുമായി തങ്ങളുടെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഈ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ട ഈ പയ്യന് അതിനൊരു മെന്റൽ ട്രോമയുടെ വന്നു കഴിഞ്ഞാൽ, വെറും 20-22 വയസ്സേ ഉള്ളൂ, ഒരുപാട് ജീവിതം മുമ്പിൽ ബാക്കിയുണ്ട്. നല്ലപോലെ പഠിക്കുന്നൊരു കുട്ടിയാണ്, പഠനം ബാക്കിയുണ്ട്, ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരാളെ ദയവ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കീറി ഒരു ട്രോമയിലേക്ക് കൊണ്ടെത്തിക്കാനല്ല ഇപ്പൊ ശ്രമിക്കേണ്ടത്. മാക്സിമം അവന് സപ്പോർട്ട് കൊടുത്ത് അവനെ ഒന്നും നിങ്ങൾ എന്താ പറയുക, നല്ലത് പറഞ്ഞില്ലെങ്കിലും ചീത്ത പറയാതിരിക്കുക, ദുഷിപ്പ് പറയാതിരിക്കുക. അവന് മുമ്പോട്ട് ജീവിച്ച് പൊക്കോട്ടെ. അവന്റെ ഒരിക്കലും ജീവിതത്തിൽ ആ പയ്യനെ എത്രത്തോളം കാലം ജീവിച്ചിരിക്കുന്നു അത്രത്തോളം കാലം അവനെ വിടാതെ പിന്തുടരുന്ന ട്രോമയായിരിക്കും ഈ ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അന്നത്തെ ആ ദിവസം അവൻ മനസ്സിൽ ശപിക്കുന്ന ദിവസമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സീനിൽ ആ പയ്യനെ ഇനിയും വലിച്ചു കീറാതെ മുമ്പോട്ട് പോകേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. വാർത്താമാധ്യമ ചാനലൊക്കെ പലരും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മറ്റുമൊക്കെ അനാവശ്യമായ രീതിയിലുള്ള തംബ്നെയിൽസ് കൊടുക്കുന്നു, പലതരം ചർച്ചകൾ കൊണ്ട് വലിച്ചിഴയ്ക്കുന്നു, ദുരൂഹത ഉണ്ടെന്ന് പറയുന്നു. എന്ത് ദുരൂഹത? ഒരുമിച്ച് ഒരു യാത്ര പുറപ്പെട്ട് അങ്ങനെ അവസ്ഥയിൽ തന്റെ 6 സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ പയ്യന്റെ എന്ത് ദുരൂഹതയാണ് നിങ്ങൾ കാണുന്നതിനകത്ത്. എന്തായാലും പലരുടെയും ചിന്താഗതി പല രീതിയിലാണ്. അതല്ല പറഞ്ഞു വന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ കാർ ഉടമയുടെ കാര്യമാണ്. അതായത് ആ കാർ ഉടമ വണ്ടി കൊടുത്തത് റെന്റിനാണെന്നും അല്ലെന്നുമാണ് രണ്ടു തരത്തിലുള്ള ഭാഷ്യം എന്ന് പറയും. ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടേ, പുള്ളിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. ഈ ഷാമിൽ ഖാൻ എന്ന് പറഞ്ഞ ഈ അയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. റീസെന്റ് ആയിട്ട് മീഡിയ വണ്ണും അതുപോലെ ചില ചാനലും ഒക്കെ പുള്ളിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പുള്ളിക്ക് ഈ ആൾക്ക് നേരത്തെ മുതലേ വാഹനങ്ങൾ റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വള്ളിക്കേസൊക്കെ പിടിക്കുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് പുള്ളിയുടെ ഏതോ ഒരു വാഹനമായിരുന്നു ഏതോ ഒരു കൊട്ടേഷൻ സംഘം ഉപയോഗിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു കേസ് കെട്ടിലും പുള്ളിയെ നേരത്തെ ഇങ്ങനെ ഒരു വള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി വണ്ടി റെന്റിന് കൊടുക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ കച്ചവടമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പുള്ളിയാണ്. പക്ഷേ ലീഗലായിട്ടല്ല നടത്തിക്കൊണ്ടുവന്നിരുന്നത്. അറിയാവുന്നവർക്കും പരിചയക്കാർക്കും ഒക്കെ ഇതുപോലെ വാഹനങ്ങൾ നിശ്ചിത എമൗണ്ട് വാങ്ങിക്കുക, കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ പറയുന്നത് ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതല്ല, അവരുടെ പരിചയം വെച്ചിട്ടാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആ വാഹനത്തിൽ രക്ഷപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടല്ലോ, അവരോടായിരിക്കുമല്ലോ പോലീസ് ആദ്യം ഈ വാഹനത്തിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ചോദിച്ചറിയുന്നത്. ചിലപ്പോൾ അവരുടെ വായിന്നായിരിക്കുമല്ലോ വീണത് ഇതുപോലെ ഞങ്ങൾ റെന്റിനാണ് എടുത്തത്, 1000 രൂപ ഞങ്ങൾ ഗൂഗിൾ പേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾക്കെന്നൊക്കെ പറഞ്ഞിട്ട്.
മാത്രമല്ല അയാൾക്ക് ഗൂഗിൾ പേ അയച്ചു കൊടുത്തതിന്റെ, ഗൗരിശങ്കർ ആണെന്ന് അയച്ചു കൊടുത്തെന്നാണ് തോന്നുന്നത്, അയാൾ അയച്ചു കൊടുത്തതിന്റെ വ്യക്തമായ തെളിവുകൾ അയാളുടെ ഗൂഗിൾ പേയുടെ ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞത് ഞാൻ 1000 രൂപ അവർക്ക് ക്യാഷ് ആയിട്ട് വായ്പ കൊടുത്തായിരുന്നു, അതിനുശേഷം അവർ ഗൂഗിൾ പേ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് ഇതിനകത്തുള്ള ഒരു എന്താ പറയുന്നത്, ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്കൊപ്പം വണ്ടി കൊടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ വേറെ കേസ് വരും. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അയാൾ ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച പോലെ ഒന്നുമല്ല ഇപ്പൊ സംസാരിക്കുന്നത്. വളരെ രീതിയിൽ പുള്ളി ക്ഷുഭിതനായിട്ടും ഔട്ട് ഓഫ് കൺട്രോൾ ഒക്കെ ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കാർ ഉടമയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് എൻഫോഴ്സ്മെന്റ് RTO. ഷാമിൽ ഖാൻ മുൻപും കാർ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. CPM നേതാവ് ബെന്നി കൊലക്കേസിൽ പ്രതികൾ ഉപയോഗിച്ചത് ഷാമിൽ ഖാന്റെ വാഹനമാണെന്നും എൻഫോഴ്സ്മെന്റ് RTO രമണൻ പറഞ്ഞു. പരിക്കേറ്റ വണ്ടിയുടെ മുതലാരും വരും എനിക്ക്. അല്ല ചേട്ടൻ ഒരു മിനിറ്റ്, ഞാൻ കച്ചവടത്തിനെടുത്ത വണ്ടിയാ, അതിന്റെ മുതലാരും വരും എനിക്ക്. ഈ പറയുന്ന നാട്ടുകാർ വരുവാ, പറയുന്ന എല്ലാവർക്കും പറയാം ഞാൻ എന്ത് തെറ്റ് ചെയ്തു. അതെ, നിങ്ങൾ പറ. ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്, സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കുക തെറ്റാലും പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർ വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തതേ ഉള്ളൂ. അയ്യോ, അപകടത്തിൽ മരിച്ച സഹോദരൻ വിളിച്ച അദ്ദേഹത്തിനോട് പരിചയമുണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. അവൻ ലൈസൻസ് കൊടുത്ത് സർക്കാരിന് ഒരു കുറ്റവും ഇല്ല. വണ്ടി ഓടിക്കാൻ അറിയാതെ നോക്കിയിട്ടില്ല ലൈസൻസ് കൊടുക്കാൻ. കണ്ട വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവുന്ന പരിശോധിച്ചിട്ട് മാത്രം ലൈസൻസ് കൊടുക്കണം. ഇത് പോക്കറ്റിന് അറിയാം പൈസ മേടിച്ചിട്ട് കണ്ടതിന് ലൈസൻസ് എടുത്ത് കൊടുത്തു. പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരുപക്ഷെ ആ ഡ്രൈവറുടെ പരിചയക്കുറവ് മൂലമൊക്കെയാണ് ആക്സിഡന്റ് സംഭവിച്ചെന്നാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. പരിചയമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എങ്ങനെ ലൈസൻസ് കൊടുത്തു, കാശ് വാങ്ങിച്ച് ലൈസൻസ് കൊടുക്കുകയല്ല. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും, സർക്കാരിനെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗതാഗത മന്ത്രി ഉൾപ്പെടെ പറഞ്ഞാണ് ലൈസൻസ് അങ്ങനെ കൊടുക്കും, ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെ ആക്കും. പക്ഷെ എന്നിട്ടും ഇപ്പോഴും വണ്ടി ഓടിക്കാൻ അറിയാത്ത പലർക്കും ലൈസൻസ് കിട്ടുന്നുണ്ട്. അതായത് ശരിയായ രീതിയിൽ, അതായത് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുക, അവിടുന്ന് പാസ്സാവാൻ ലൈസൻസ് വാങ്ങിച്ച് വീട്ടിൽ ഇരിക്കുക, വല്ലപ്പോഴും വണ്ടി ഇറക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ. എന്തായാലും അതല്ല, റെന്റേ കാറാണ് ഇയാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി ഇയാൾ നേരിട്ട് തന്നെ ഇരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, വണ്ടി നല്ല കാലപ്പഴക്കമുള്ള വണ്ടിയാണ്. ഏകദേശം 14 വർഷക്കാലത്തോളം പഴക്കമുള്ള വണ്ടിയാണ്. അതുപോലെ വണ്ടിയിൽ ABS ബ്രേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ടും ഇത്രയും പേര് ഈ വാഹനത്തിൽ യാത്ര ചെയ്തത് കൊണ്ടും ഒന്നും അന്വേഷിക്കാതെ ഇയാളെ വാഹനം കൊടുത്തത് കൊണ്ടുമൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ നല്ല രീതിയിലുള്ള നിയമനടപടികൾ നേരിടാൻ ഷാമിൽ ഖാൻ തയ്യാറായിരിക്കണം. ഒന്നും അറിയാതെ വാഹനം ഒരു സൈഡിലേക്ക് ചേർത്ത് വെച്ച KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. വാഹനം പരമാവധി ഒതുക്കി, അതായത് ഒരു ഡ്രൈവറുടെ മികവ് തന്നെയാണ്. KSRTC ബസ് ഡ്രൈവർക്ക് ഒരു സല്യൂട്ട് കൊടുത്ത് വെക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ പുള്ളിയും ഇതുപോലെ വെപ്രാളത്തിൽ എന്തെങ്കിലും കാണിച്ചായിരുന്നെങ്കിൽ ആ ബസ്സിലിരിക്കുന്നവരുടെ ജീവനും കൂടെ അപകടത്തിലായിരുന്നു. അയാൾ തന്മയത്വത്തോടുകൂടി വളരെ മികച്ച രീതിയിൽ വാഹനം സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ടും ഈ വാഹനം സ്കിഡായി ഒന്ന് കയറിയതാണ് നമ്മൾ എല്ലാവരും കണ്ടാണ്. പക്ഷെ അവിടെയും അയാൾക്കെതിരെ കുറ്റം ചേർത്തു. അതായത് മനുഷ്യന് അപകടം വരുന്ന രീതിയിൽ വാഹനം ഓടിച്ചെന്നൊരു വകുപ്പ് ചേർത്തിട്ട് അയാൾക്കെതിരെ കുറ്റം ചേർത്ത് അയാളെയും പ്രതിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഗൗരിശങ്കർ എന്ന് പറഞ്ഞ ഈ ഓടിച്ച പയ്യന്റെ ലൈസൻസ് റദ്ദാക്കാനും എല്ലാം മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം പോലീസും ഇവിടുത്തെ നിയമവും അവരുടെ മുഖം രക്ഷിക്കാനും അതുപോലെ തന്നെ ഈ കേസ് ഇത്ര ചർച്ച ആയതുകൊണ്ട് അവരുടെ ഭാഗങ്ങൾ എല്ലാ 100% ന്യായീകരിക്കാനും വേണ്ടതെല്ലാം ചെയ്യും. അതിൽ ഷാമിൽ ഖാനും പെടും. പരിചയത്തിന്റെ പുറത്താണ് താൻ ചെയ്തതെങ്കിലും വണ്ടി കൊടുത്തതെങ്കിലും ഇതിനൊക്കെ തെളിവുകളും മറ്റ് സാക്ഷികളും ഈ കുട്ടികൾ തന്നെയാണ്. ഇവരുടെ വായിലെ മുഴുവൻ ഒരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. എന്തായാലും കാണാം ഇനി എന്താ തുടർന്ന് വരുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം, ഷെയ്ൻ എന്ന് പറഞ്ഞ പയ്യനെ വലിച്ചു കീറാതിരിക്കുക. ഒരു മെന്റൽ ട്രോമയിൽ കൂടെ കടന്നു പോകേണ്ട, അവന് മാക്സിമം സപ്പോർട്ടാണ് വേണ്ടത്. ഇപ്പൊ ലാസ്റ്റ് കിട്ടുന്ന വിവരമനുസരിച്ച് ആ പയ്യനാണെങ്കിൽ തന്റെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് അറിയുന്നത്. സുഖം പ്രാപിക്കട്ടെ, എത്രയും പെട്ടെന്ന് അവന്റെ മെന്റൽ ഹെൽത്ത് തിരിച്ചു കിട്ടട്ടെ. അതുപോലെ തന്നെ ചികിത്സയിലിരിക്കുന്ന ബാക്കി കുട്ടികളുടെ എല്ലാം ആരോഗ്യം വീണ്ടെടുക്കാൻ സർവേശ്വരൻ കനിയട്ടെ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.